1 year pathway program in Slovakia. അപ്പോൾ നാട്ടിൽ നിന്ന് നിങ്ങളിത് പറഞ്ഞു തുടങ്ങുമ്പോൾ, ഏജൻസിക്കാർ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ച് തുടങ്ങുമ്പോൾ ഇത് 1 വർഷത്തെ കോഴ്സായിരിക്കും. പിന്നെ അത് ഫീസ് അടച്ച് കഴിയുമ്പോൾ 8 മാസമാവും. നിങ്ങളത് പെട്ടിയെല്ലാം പറക്കി കിട്ടി ഇവിടെ എത്തി ക്ലാസ്സിന് വരുമ്പോൾ അത് 4 മാസമാവും. 4 മാസത്തെ കോഴ്സ് പഠിക്കാൻ സ്ലോവാക്കിയ എന്ന രാജ്യത്തേക്ക് 6 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് വരുന്നത് അത്ര ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ദെൻ ദ സെക്കൻഡ് തിങ്, ഡിഗ്രി +2 അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്ന നിങ്ങളെ നമ്മളെ നാട്ടിൽ ഒരു 1ാം ക്ലാസ് 2ാം ക്ലാസ് ഉള്ള റേഞ്ചിൽ കൊണ്ടിരുത്തിയിട്ട് ABCD, A for ആപ്പിൾ, B for ബോൾ, C for ക്യാറ്റ് എന്ന് പറഞ്ഞ് ബേസിക്കായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് നിങ്ങളിവിടെ 1 year pathway പ്രോഗ്രാം എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. നാട്ടിലിപ്പോഴും ഒരുപാട് പേര് ഈ ഏജൻസിക്കാർ പറയുന്നതും വിശ്വസിച്ചിരുന്ന് മെസ്സേജ് അയക്കുന്നത് കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ നിങ്ങൾ UB എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് ആയിട്ടല്ല ഇവിടെ വരുന്നത്. UBയിൽ സ്പേസ് കൊടുക്കുന്നു എന്ന് മാത്രം. പുറത്തുനിന്നുള്ള ഏതോ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയോ മേ ബി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ നടത്തുന്നൊരു ഇംഗ്ലീഷ് കോഴ്സിന് വേണ്ടിയിട്ട് UBയുടെ പേരിൽ UBയുടെ മറവിലാണ് നിങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്. 4 മാസം കൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റ് തീരുന്നു, നിങ്ങളുടെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് കോഴ്സ് കഴിയുന്നു. പിന്നീട് അവരെന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരാം എന്നുള്ളവരായിരിക്കും പിന്നീട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് TRPക്ക് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് ആയിട്ടല്ല നിങ്ങളിവിടെ എത്തുന്നത്. പ്രധാന പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തെ കോഴ്സ് എടുത്തവർക്ക് സ്റ്റേ ബാക്ക് ഇല്ല എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 1 വർഷത്തിൽ താഴെയുള്ളവർക്ക് TRP അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ റെൻ്റൽ കോൺട്രാക്റ്റ് 1 വർഷത്തേക്ക് എടുക്കണം. അതായത് നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് ഈ റെൻ്റൽ കോൺട്രാക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടേണ്ട സാധനം ഈ 1 വർഷത്തേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരതിന് പേയ്മെൻറ്റ് ചോദിക്കും. നാട്ടിൽ ഏകദേശം 30,000 രൂപയൊക്കെ കൊടുത്ത് റെൻ്റൽ കോൺട്രാക്റ്റ് മേടിച്ച് TRPക്ക് സബ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് കറൻ്റ്ലി ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിന്, 1 year pathway പ്രോഗ്രാം എടുത്ത് വന്നിരിക്കുന്ന സ്റ്റുഡൻസിന്. അപ്പോൾ ഇത് പറയുന്നത് ഇപ്പം കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് എന്നോട് തർക്കിച്ചു, ഏജൻസിക്കാരിങ്ങനല്ല. സോ നിങ്ങൾ ഇപ്പോഴും ഏജൻസിക്കാരെ വിശ്വസിച്ച് നിൽക്കുന്നവർ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ 1 year pathway പ്രോഗ്രാമിനായിട്ട് വന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരോട് എൻക്വയറി ചെയ്തതിന് ശേഷം നിങ്ങൾ വാ, അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ അറിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഷെയർ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരോടും ഒറ്റ കാര്യം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നോക്കുക, ആലോചിക്കുക, അതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ സി യു ഇൻ സ്ലോവാക്കിയ. ഡോ വിരേനിയ. ചാവ്.